Hello everyone. In this lecture I will be discussing about logic gates, which are the basic building blocks of a digital electronic circuitry. So coming to a digital electronic system, in digital logic we know there are only two voltage levels which are allowed, and they are represented or called as logic 1 and logic 0. So logic 1 means basically a high voltage level, and a logic 0 means a low or ground level, and these can be representing the true. 1 will be representing true and 0 will be representing false, etc. And these are generally simply represented by using the numbers 1 and 0. So there are only two voltage levels or two levels represented by 1 and 0. Now, a logic gate is an element that takes binary input signals and produces an appropriate binary output depending on the states of the inputs. Okay, so logic gate എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ആണ്. അത് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത് ബൈനറി ഡാറ്റ ആണ്. അതായത് 0 1 ആയിട്ടുള്ള എന്തെങ്കിലും ബൈനറി ഡാറ്റേനെ എടുക്കും. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ റൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അത് ആ ഇൻപുട്ടിന്റെ കോമ്പിനേഷൻ അനുസരിച്ചായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ചില കേസിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരൊറ്റെണ്ണം ആയിരിക്കാം, പക്ഷെ ഒരുവിധം കേസിലും ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കാം. ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഒരെണ്ണമായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. ഓക്കെ, അതാണ് ഒരു logic gate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So logic gate is an element that takes binary input signals and produces an appropriate binary output depending on the states of the input. Okay, and these logic gates are the fundamental building blocks of a digital circuitry. അതാണ് ഇതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ്. ഇനി ഗേറ്റ്സ് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഏറ്റവും ബേസിക് വരുന്നതാണ് എലമെന്ററി ഗേറ്റ്സ്. എലമെന്ററി എന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമുക്ക് വേറെ കുറെ ഗേറ്റുകൾ ഫോം ചെയ്യാം. ഏറ്റവും ബേസിക് ഓപ്പറേഷൻസ് ആണ് ഇവർ റെപ്രസെന്റ് ചെയ്യുന്ന എലമെന്ററി ഗേറ്റ്സ്. സോ അത് ഏതൊക്കെയാണ്? ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. സോ 3 ഓപ്പറേഷൻസ് ആണ് ഇവിടെ വരുന്നത് ബൂളിയനിൽ. ആ 3 ഓപ്പറേഷൻസിനെയാണ് കാണിക്കുന്നത്. ഒന്ന് ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷൻ. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്റ്റ് എടുക്കുന്ന പോലെയാണ്. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ പോലെയാണ്. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, സോ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഓർ അഡീഷൻ, നോട്ട് ഇൻവേർട്ടിംഗ് ഓർ കോംപ്ലിമെന്റിങ്. സോ ഇതാണ് നമ്മളിവിടെ പറയുന്ന എലമെന്ററി ഗേറ്റ്സ്. സോ ഫസ്റ്റ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ഓപ്പറേഷൻ ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് പ്ലസ് വെച്ചിട്ട് അഡീഷൻ എന്നുള്ള അർത്ഥത്തിൽ. ഇത് ബൈനറി ആണ്, ബൈനറി കേസുകളാണ്. സോ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താവും? ഹൈ. അതാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓർ ഐദർ എ ഓർ ബി. എയോ ബിയോ ഹൈ ആയി കഴിഞ്ഞാൽ, എയും ബിയും ആണ് ഇവിടുത്തെ എന്തായിട്ട് എടുക്കുന്നത്? ഇൻപുട്സ്. ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്, സിംബോളിക് റെപ്രസെന്റേഷൻ. സോ എയോ ബിയോ ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സി എന്താവും? ഹൈ ആവും. സോ അതിന്റെ ഇക്വേഷൻ വരുന്നത് സി ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. നമുക്കറിയാം ഇതിൽ ഏതെങ്കിലും ഒന്ന് 1 ആയി കഴിഞ്ഞാൽ സി എന്തായിട്ട് വരും? 1 ആയിട്ട് വരും. എ ഓർ ബി എന്നാണ് ഇത് വായിക്കുന്നത്. ഓക്കെ, എ ഓർ ബി. എ ഒ ബി ഒ ഹൈ ആയാൽ ഔട്ട്പുട്ട് 1 ആവും. സോ അതിന്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എ ബി 4 കോമ്പിനേഷൻസ് നമുക്കറിയാം. 0 0 0 1 1 0 1 1. സോ രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? എയും ബിയും എന്തല്ല? 0 1 അല്ല, അപ്പൊ ഔട്ട്പുട്ട് 0. എ 0 ബി 1. സോ ഒരെണ്ണം 1 ആണ്, ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. എ 1 ആണ്, ബി 0 ആണ്, ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ രണ്ടുപേരും 1 ആണ്, സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഓറിന്റെ കേസിൽ ഒരൊറ്റ കോമ്പിനേഷൻ മാത്രമേ 0 വരുന്നുള്ളൂ. രണ്ടും ഇൻപുട്ട് രണ്ടും 0 ആയാൽ മാത്രമാണ് ഓറിൽ എന്ത് ഔട്ട്പുട്ട് 0 ആവുള്ളൂ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അടുത്ത കേസ് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡിന്റെ സിമ്പിൾ ഇതാണ് റെപ്രസെന്റേഷൻ വരുന്നത്. ഇവിടെ ഇൻപുട്ട്സ് എയും ബിയും തന്നെ, ഔട്ട്പുട്ട് സി ആണ് എടുത്തിട്ടുള്ളത്. അത് എന്ത് ഓപ്പറേഷനാണ്? ആൻഡ് ഓപ്പറേഷൻ. ഡോട്ട് വെച്ചിട്ടാണ് കാണിക്കുന്നത്. എ ആൻഡ് ബി. സി എന്ന് പറയുന്നത് എ ആൻഡ് ബി 1 ആയി കഴിഞ്ഞാൽ, എയും ബിയും 1 ആയാൽ മാത്രമേ എന്തു ഹൈ ആവുള്ളൂ? സി ഹൈ ആവുള്ളൂ, അല്ലെങ്കിൽ 1 ആവുള്ളൂ. സോ നേരത്തെ പോലെ അല്ല, ഏതെങ്കിലും 1 ആയാൽ പോരാ, അത് ഓർ ആയിരുന്നു. ഇവിടെ ആൻഡ് ആണ്, രണ്ടാളും ഹൈ ആവണം. സോ ഇതിന്റെ ട്രൂത്ത് ടേബിൾ അതേപോലെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 0 0 പറ്റില്ല, 0 ആയിരിക്കും. 0 1 ഒരാളെ ആയിട്ടുള്ളൂ, അപ്പോഴും 0 1 0 അപ്പോഴും ഒരാളാണ്, ഔട്ട്പുട്ട് 0 1 1. ആ ഒരൊറ്റ കേസിൽ മാത്രമേ ഇതിൽ എന്ത് വരുള്ളൂ? ഔട്ട്പുട്ട് 1 ആയിട്ട് വരുള്ളൂ. ഓക്കെ, സോ അത് നോട്ട് ചെയ്യുക. ഓറിന്റെ കേസിലാണെങ്കിൽ 0 0 കോമ്പിനേഷൻ ഒഴിച്ച് എല്ലാറ്റിലും എന്ത് വരും? ഔട്ട്പുട്ട് 1 വരും. പക്ഷെ ഇവിടെ ആൻഡിന്റെ കേസിലാണെങ്കിൽ 1 1 മാത്രമേ എന്ത് വരുള്ളൂ? ഔട്ട്പുട്ട് 1 വരുള്ളൂ. ആൻഡ് ആവണം, രണ്ടു പേരും ഒരുമിച്ച് 1 ആവണം.
അതാണ് അതിൻ്റെ വ്യത്യാസം. സിമ്പലും നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് നോട്ട് ഗേറ്റ്. ഇത് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഒരു ട്രയാങ്കിൾ ഫ്രണ്ടിൽ ഒരു ബബിൾ വെച്ചിട്ട് എന്താണോ ഇൻപുട്ട് അതിനെ ജസ്റ്റ് കോംപ്ലിമെന്റ് ചെയ്യും. അതായത് ജസ്റ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ്, എയുടെ മുകളിൽ ഒരു വര, എ ആണ് ഇൻപുട്ട്, സി ആണ് ഔട്ട്പുട്ട്. സോ ഇൻപുട്ടിൽ നമ്മൾ 0 കൊടുത്താൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? കോംപ്ലിമെന്റ് 1 കിട്ടും. ഇൻപുട്ടിൽ 1 കൊടുത്താൽ അതിന്റെ കോംപ്ലിമെന്റ് ഔട്ട്പുട്ടിൽ കിട്ടും 0 കിട്ടും. സോ അതാണ് അതിന്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. നോട്ട് ഓഫ് എ. സോ 0 കൊടുത്താൽ 1, 1 കൊടുത്താൽ 0. ഇനി അടുത്തത് നമ്മളുടെ കോമ്പൗണ്ട് ഗേറ്റ്സ് ആണ്. കോമ്പൗണ്ട് ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്ററി ഗേറ്റ്സ് ക്യാൻ ബി കമ്പൈൻഡ് ടു ഫോം കോമ്പൗണ്ട് ഗേറ്റ്സ് ദാറ്റ് പെർഫോം സം സ്പെസിഫിക് ഓപ്പറേഷൻ. കുറച്ച് ഡിസൈഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മളെ ബേസിക് ഗേറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റത്തെ നോർ ഗേറ്റ്, ദെൻ നാൻ ഗേറ്റ്, എക്സ്ക്ലൂസീവ് ഓർ എക്സോർ ഗേറ്റ്, ദെൻ എക്സ്ക്ലൂസീവ് നോർ ഓർ എക്സ് നോർ ഗേറ്റ്. സോ ഇതൊക്കെയാണ് നമ്മളെ കോമ്പൗണ്ട് ഗേറ്റ്സിന്റെ അണ്ടറിൽ വരുന്നത്. സോ അതിലെ ഈ ആദ്യത്തെ രണ്ടെണ്ണത്തിനെ നോറിനെയും നാൻഡിനെയും യൂണിവേഴ്സൽ ഗേറ്റും കൂടി എന്നും കൂടിയും പറയും. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് പതുക്കെ നോക്കാം. സോ ഫസ്റ്റ് നാൻ ഗേറ്റ്. നാൻഡ് എന്നത് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം എൻ ആൻഡ് ആണ്. അതായത് ആൻഡിനെ നോട്ട് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് ഗേറ്റ്? നാൻ ഗേറ്റ്. സോ ഇതാണ് നമ്മളൊരു ആൻഡ് ഗേറ്റ് എന്ന് നമുക്കറിയാം. അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് വെച്ചു കൊടുക്കുക? ഒരു നോട്ട് ഗേറ്റ് വെച്ചു കൊടുത്താൽ കിട്ടുന്നതാണ് നാൻ ഗേറ്റ്. നമുക്കറിയാം എ ബി ഇൻപുട്ട് കൊടുത്ത ഒരു ആൻഡ് ഗേറ്റ് എന്ത് തരും? എ ഡോട്ട് ബി. അതിന് ഒരു നോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ കിട്ടിയിട്ടുള്ള അതിനെ ഇൻവേർട്ട് ചെയ്യും. ഇതിന് മുകളിൽ ഒരു ബാർ വരും. സോ എ ഡോട്ട് ബി ഹോൾ ബാർ. അതാണ് എന്തിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരിക? നാൻ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരിക. അപ്പൊ ജസ്റ്റ് അതിന്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് അതേപോലെ തന്നെ ആലോചിക്കാം. ആൻഡ് ഗേറ്റ് ആയിരുന്നപ്പോൾ 1, 1ന് മാത്രമാണ് എന്ത് വന്നാറുന്നത്? 1 വന്നാറുന്നത്. ഇവിടെ അതിന്റെ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ എന്ത് വ്യത്യാസം വരും? ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. 1, 1ന് മാത്രം എന്ത് വരും? 0 വരും. ബാക്കി എല്ലാ കേസും എന്തായി മാറും? 1 ആവും. കാരണം അതൊക്കെ എന്തായി? കോംപ്ലിമെന്റ് ആയി. അത്ര മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് അറിയേണ്ടത് ആൻഡ് ഗേറ്റ് അറിഞ്ഞാൽ മതി. ആൻഡ് അറിയാമെങ്കിൽ അതിനെ എന്ത് ചെയ്താൽ മതി? നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗേറ്റ് ആവും? നാൻ ഗേറ്റ് ആവും. അതിന്റെ റെപ്രസെന്റേഷൻ ആൻഡിന്റെ ഫ്രണ്ടിൽ എന്ത് വെച്ചെടുക്കുന്നു? ഒരു ബബിൾ വെച്ചെടുക്കുന്നു. അത്ര ആലോചിച്ചാൽ മതി. ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ ജസ്റ്റ് തലയിരിച്ച് എഴുതുക. ആൻഡിൽ 1, 1 വന്നാൽ മാത്രമാണ് 1 കിട്ടിയായിരുന്നു. ഇവിടെ ആകുമ്പോൾ നേരെ തിരിയും. 1, 1 വന്നാൽ മാത്രം എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ. സോ റെപ്രസെന്റേഷൻ സി ഈക്വൽ ടു എ ആൻഡ് ബി കോംപ്ലിമെന്റ്. അതാണ് നാൻ ഗേറ്റ്. അതേപോലെ തന്നെയാണ് നോർ ഗേറ്റും വരുന്നത്. അതിലെന്ത് ചെയ്യുന്നത്? ഓർ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് എന്ത് വെച്ച് കൊടുക്കും? ഒരു നോട്ട് വെച്ച് കൊടുക്കും. ശരിക്കും എന്താണോ ഓറിന്റെ റിസൾട്ട് അതിന്റെ നേരെ തലരിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഓറിൽ അറിയാം ആദ്യത്തെ കേസ് ഒഴിച്ച് ബാക്കി എല്ലാറ്റിലും എന്തായിരുന്നു റിസൾട്ട്? 1 ആയിരുന്നു. രണ്ടും 0 ആയിരുന്നപ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടിയത്? 0 കിട്ടി. ഇവിടെ നേരെ തിരിയും. രണ്ടും 0 ആകുമ്പോൾ മാത്രമാണ് എന്ത് വരിക? 1 വരിക. ബാക്കി എല്ലാ കേസും എന്തായി പോകും? 0 ആയി പോകും. കാരണം ഓറിനെ നേരെ തിരിച്ചെഴുതേണ്ടതാണ്. സോ നമുക്ക് ഓറ് ഉണ്ടായാൽ മതി അതിന്റെ എന്തെടുത്ത കോംപ്ലിമെന്റ്. നമുക്കറിയാം എ ബി ആണ് ഇവിടെ വരിക. എ പ്ലസ് ബി അല്ലെങ്കിൽ എ ഓർ ബി. ഇവിടേക്ക് എത്തുമ്പോൾ എന്താവും? എ ഓർ ബി ഹോൾ കോംപ്ലിമെന്റ്. അതായത് റെപ്രസെന്റേഷൻ ഇങ്ങനെ വരും, എ ഓർ ബി ഹോൾ കോംപ്ലിമെന്റ്. അതുകൊണ്ട് റിസൾട്ട് എന്തായിരിക്കും? ഓറിന്റെ ജസ്റ്റ് തലതിരിഞ്ഞിട്ട്. നമുക്ക് ആൻഡും അറിയാം ഓറും അറിയാമെങ്കിൽ നാൻഡും എഴുതാം നോറും എഴുതാം. സോ ഇതാണ് നാൻഡ് ആൻഡ് നോർ. അടുത്ത നമുക്ക് എക്സ്ക്ലൂസീവ് ഓർ അല്ലെങ്കിൽ എക്സോർ ഗേറ്റിലേക്ക് വരാം. ഓക്കെ. So here the output is true if and only if either of its two inputs is true, but only if both are true. Sorry, ഒരു correction ഉണ്ട് പറഞ്ഞില്ല. Output is true if and only if either of its two inputs is true, but not if both are true. അതായത് രണ്ടും ഒരുമിച്ച് ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആവില്ല. ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആയാൽ മാത്രം ഔട്ട്പുട്ട് ഹൈ ആവും. അതിനാണ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം മതി. 0 ഇത് എ 0 ആകുമ്പോൾ ബി 1 ആവും. ബി 1 ആയ ഒരെണ്ണം 1 ആയാൽ ഔട്ട്പുട്ട് എന്താവും? 1 ആവും. ഇവിടെ എ 1 ആണ്, ബി 0 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് 1 ആയി. അല്ലാണ്ട് രണ്ടും കൂടിയിട്ട് 1 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആവില്ല. നോർമൽ ഓർ അല്ല. നോർമൽ ഓർ ആണെങ്കിൽ ഇതും എന്തായിട്ട് വരും? 1 ആവും. ഇത് എക്സ്ക്ലൂസീവ് ഓർ ആണ്. സോ ആരെങ്കിലും ഒരാൾ 1 ആയാൽ മാത്രം ഔട്ട്പുട്ട് 1 ആവുന്ന ഗേറ്റിനെ പറയുന്നതാണ് എക്സ്ക്ലൂസീവ് ഓർ. അതിനെ റെപ്രസെന്റ് ചെയ്യുക സാധാരണ ഓർ ആവുമ്പോൾ എ പ്ലസ് ബി ആയിട്ടാണ്. അതിന്റെ ചുറ്റോറ് എന്തിടും? ഒരു വട്ടം കൂടി ഇട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എക്സ് ഓർ ഗേറ്റ്. എ എക്സ് ഓർ ബി എന്ന് പറയുന്ന സംഭവം. അതിന്റെ റെപ്രസെന്റേഷൻ വരിക എ ഡോട്ട് ബി ബാർ പ്ലസ് എ ബാർ ഡോട്ട് ബി എന്നാണ് വരിക. അല്ലെങ്കിൽ വേറെ റെപ്രസെന്റേഷൻ കൂടി ഉണ്ട്, എ പ്ലസ് ബി ഡോട്ട് എ ബാർ പ്ലസ് ബി ബാർ. ഇതാണ് അതിന്റെ ബൂളിയൻ റെപ്രസെന്റേഷൻസ് വരുന്നത്. സോ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ ഔട്ട്പുട്ട് ഹൈ ആവുന്ന ഗേറ്റ് ആണ് എക്സോർ ഗേറ്റ്. രണ്ടും കൂടി ഹൈ ആവരുത്, രണ്ടും കൂടി ലോ ആവരുത്. അപ്പോൾ ഒക്കെ എന്തായിരിക്കും? ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതാണ് എക്സ് ഓർ. അടുത്തത് വരുന്നത് എക്സ് നോർ ആണ്. അത് ജസ്റ്റ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എക്സ് ഓർ മാറി ഇടയിൽ എന്ത് വന്നു? എൻ വന്നു. എൻ വന്നാൽ നോട്ട് വന്നു.
എൻ്റെ സിമ്പിളിൽ തന്നെ ഫ്രണ്ടിൽ എന്ത് വന്നു, നോട്ട് വന്നു. അപ്പോൾ ജസ്റ്റ് നേരത്തെ വരച്ചതിൻ്റെ നേരെ തലയിരിച്ച് ഉള്ള കേസ്, റിവേഴ്സ് കേസ് വരും. ഇപ്പോൾ രണ്ടും ഹൈയോ രണ്ടും ലോ ആവുമ്പോൾ മാത്രം ഔട്ട്പുട്ട് എന്താവും, 1 ആവും. ഇപ്പോൾ ഇൻവേഴ്സ് ഓഫ് XOR ഗേറ്റ് ആണ് ഇവിടെ വരുന്നത്. ഔട്ട്പുട്ട് ഈസ് ഹൈ വെൻ ഇറ്റ്സ് 2 ഇൻപുട്ട് ടെർമിനൽസ് ആർ അറ്റ് ദ സെയിം ലോജിക് ലെവൽ. അതായത് രണ്ടും സെയിം ആയി വരിക, രണ്ടും 0 ആവാം അല്ലെങ്കിൽ രണ്ടും 1 ആവാം. അതുകൊണ്ട് തന്നെ ഇതിനെ ഓൾസോ കോൾഡ് ആസ് എ കോഇൻസിഡൻസ് ഗേറ്റ് ബിക്കോസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് 1 ഓൺലി വെൻ ഇറ്റ്സ് ഇൻപുട്സ് കോയിൻസൈഡ്. രണ്ട് ഇൻപുട്ടും സെയിം ആയാൽ മാത്രമാണ് ഔട്ട്പുട്ട് 1 ആവുക. അപ്പോൾ അത് രണ്ട് തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന്, എ നേരത്തെ പ്ലസ് ഇടുന്നതിന് പകരം വട്ടത്തിൻ്റെ ഉള്ളിൽ ഡോട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നേരത്തെ പോലെ എഴുതുകയാണെങ്കിൽ എ പ്ലസ് വട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോംപ്ലിമെന്റ് ഇട്ട് കഴിഞ്ഞാലും XNORന്റെ റെപ്രസെന്റേഷൻ തന്നെയാണ് വരിക. സോ ഇതൊക്കെയാണ് നമ്മളുടെ എന്ത് ഗേറ്റുകൾ, കോമ്പൗണ്ട് ഗേറ്റ് എന്ന് പറയുന്നത്. നാൻഡ്, നോർ, XOR, XNOR. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന്. നമുക്ക് നാൻഡും നോറും ഉപയോഗിച്ച് വേറെ ഏത് ഗേറ്റും ഫോം ചെയ്യാം. അതായത് ബേസിക് ഗേറ്റുകളൊക്കെ ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയും, യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നും കൂടിയും പറയും. സോ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് റെപ്രസെന്റേഷൻ ഒന്ന് പഠിച്ചേക്കണം. കാരണം ത്രൂ ഔട്ട് ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചിലപ്പോൾ നാൻഡ് ഓൺലി റെപ്രസെന്റ് ചെയ്യാൻ പറയാം, നോർ ഓൺലി റെപ്രസെന്റ് ചെയ്യാൻ പറയാം ഒരു സർക്യൂട്ട്. കാരണം നമുക്ക് ആ ചിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ചിലപ്പോൾ നാൻഡ് മാത്രമായിരിക്കാം, നോറ് മാത്രമായിരിക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ റെപ്രസെന്റേഷൻ കൂടി അറിഞ്ഞിരിക്കും. സോ ഇത് നമ്മളിവിടെ എല്ലാം ചെയ്യുന്നത് നാൻഡിന്റെ ബേസിലാണ്. നമുക്കറിയാം ആൻഡിന്റെ ഫ്രണ്ടിൽ ബബിൾ വെച്ചിട്ടുള്ളതാണ് നാൻഡ്. സോ ഒരു നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് നാൻഡ് ഗേറ്റുകൾ മാത്രം ഉപയോഗിച്ച് എങ്ങനെ നോട്ട് ഉണ്ടാക്കാം, അതായത് ഇൻവേർട്ട് ഉണ്ടാക്കാം, എങ്ങനെ ആൻഡ് ഉണ്ടാക്കാം, എങ്ങനെ ഓർ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഒരു നോട്ട് ഗേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം നോട്ട് ഗേറ്റിൽ ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും ഒരു നാൻഡ് ഗേറ്റിന് 2 ഇൻപുട്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇവിടെ എന്താണോ കൊടുക്കുന്നത് അതിന്റെ കോംപ്ലിമെന്റ്, എ കൊടുത്താൽ എ കോംപ്ലിമെന്റ് കിട്ടും. സോ ഇതാണ് ഏത് നാൻഡ് ഉപയോഗിച്ചിട്ട് നോട്ട് സിമ്പിൾ. അതേപോലെ ഓർ ആൻഡ് കിട്ടാനാണെങ്കിൽ നമുക്കറിയാം ഈ സാധനം എന്താണ്, ഒരു നോട്ടാണല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്താണ്, നാൻഡ് ആണ്, എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. അതിനൊന്നും കൂടി കോംപ്ലിമെന്റ് ചെയ്ത് കിട്ടും, എന്ത് കിട്ടും, AB കിട്ടും. സോ അപ്പോൾ നാൻഡിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഒരു നോട്ട് ഗേറ്റ് ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ആൻഡ് ഗേറ്റ് ആയി മാറും. ഇനി അതേപോലെ ഓർ ഗേറ്റ് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 ഗേറ്റുകൾ വേണം. അതിൽ ഇവിടെ ഒരെണ്ണം ഇൻപുട്ട് എ ഷോർട്ട് ചെയ്ത് കൊടുത്തു, അടുത്ത ഇൻപുട്ട് ബി ഷോർട്ട് ചെയ്ത് കൊടുത്തു. ഈ 2 ഔട്ട്പുട്ടുകളും എടുത്തിട്ട് വേറൊരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും, A + B ആയിരിക്കും. ഒരു നാൻഡിൽ എ ഷോർട്ട് ചെയ്തു, ബി ഷോർട്ട് ചെയ്തു, രണ്ടും കൂടി എടുത്ത് വേറെ നാൻഡിലേക്ക് കൊടുത്താൽ കിട്ടുന്നതാണ് A + B ഓർ A or B. സോ ഇങ്ങനെയാണ് നോട്ട് ഗേറ്റ് ഉണ്ടാക്കുക, ഇൻപുട്ട് ഷോർട്ട് ചെയ്യുക. ആൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാൻഡിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് നോട്ട് വയ്ക്കുക. ഇങ്ങനെയാണ് ഓർ ഗേറ്റ് ഉണ്ടാക്കുക. ഓർ ഉണ്ടാക്കാൻ 3 എണ്ണം വേണം. ഇതേപോലെ തന്നെ നമുക്ക് നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. സെയിം തന്നെയാണ്, നോർ ഉപയോഗിച്ചിട്ട് നോട്ട് ഉണ്ടാക്കാൻ ഇൻപുട്ട് എന്ത് ചെയ്താൽ മതി, ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ആൻഡ് കിട്ടുന്ന പോലെ ആയിരിക്കും ഇവിടെ എന്ത് കിട്ടുക, ഓർ കിട്ടുക. നോറിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് എന്ത് വെക്കുക, ഒരു നോട്ട് വെച്ച് കൊടുത്താൽ അത് കിട്ടും. ഇനി അവിടെ എങ്ങനെയാണോ ഓർ കിട്ടിയ അതേപോലെയാണ് ഈ കേസിൽ നമുക്ക് എന്ത് കിട്ടുക, ആൻഡ് കിട്ടുക. സോ ജസ്റ്റ് 3 ഗേറ്റുകൾ ആവശ്യം വരും. ഒരെണ്ണത്തിലെ എ ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കൊടുക്കുക, ബി ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അത് രണ്ടും എടുത്തിട്ട് ഒരു നോർ ഗേറ്റിലേക്ക് കൊടുത്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, A ഡോട്ട് B കിട്ടും. സോ ഈ റെപ്രസെന്റേഷൻസ് ഓർത്ത് വയ്ക്കുക, നമുക്ക് ആവശ്യം വരുന്നതാണ്, ത്രൂ ഔട്ട് യൂസ് വരുന്നതാണ്. നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ടുകളെ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ നാൻഡ് ഉപയോഗിച്ച് ആൻഡ് കിട്ടാൻ ആ നോട്ട് എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടെടുക്കുക. നോർ ഉപയോഗിച്ചിട്ട് ഓർ കിട്ടാൻ ആ നോട്ട് ഗേറ്റ് ഇവിടെ കൊണ്ടുകൊടുക്കുക. അതേപോലെ ഈ റെപ്രസെന്റേഷൻ പഠിച്ചു വെച്ചോളുക. നാൻഡ് ഉപയോഗിച്ചിട്ട് ഓർ ഉണ്ടാക്കുന്നു, നോർ ഉപയോഗിച്ചിട്ട് ആൻഡ് ഉണ്ടാക്കുന്നു. ഓക്കെ, സോ ഇതാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നതിനെ പറയുന്നത്, ഏതും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട്. താങ്ക് യു.